ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സാഹചര്യം വിലയിരുത്തി ഇന്ത്യയും ചൈനയും നിയന്ത്രണ രേഖയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിനുമായി നിലവിലുള്ള നയതന്ത്ര സൈനിക മാർഗങ്ങൾ തുടർന്നും ഉപയോഗിക്കാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായി. അതിർത്തി നിർണയം, അതിർത്തി മാനേജ്മെന്റ്, അതിർത്തി കടന്നുള്ള സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെയാണ് ഔദ്യോഗിക പ്രതികരണം പുറത്തുവന്നത്. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള കൂടിയാലോചനകളുടെയും ഏകോപനത്തിന്റെയും വർക്കിംഗ് മെക്കാനിസത്തിന്റെ 36ാമത് യോഗത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഈസ്റ്റ് ഏഷ്യ ജോയിന്റ് സെക്രട്ടറി സുജിത് ഘോഷ് ഇന്ത്യൻ സംഘത്തെ പ്രതിനിധീകരിച്ചും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ബൗണ്ടറി ആൻഡ് ഓഷ്യാനിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ഹൌ യാൻ കച്ച്യും ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. അതിർത്തിയിലെ തെറ്റിദ്ധാരണകളും കണക്കുകൂട്ടലുകളിലെ പിഴവുകളും ഒഴിവാക്കുന്നതിനും നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി WMCC ലോക്കൽ കമാൻഡർ തല യോഗങ്ങൾ എന്നിവ ഉൾപ്പെടെ നിലവിലുള്ള നയതന്ത്ര സൈനിക ചടവുകളും മാർഗങ്ങളും തുടർന്ന് ഉപയോഗിക്കാൻ ഇരുപക്ഷവും തമ്മിൽ ധാരണയായി. പ്രത്യേക പ്രതിനിധികളും ചർച്ചകൾക്ക് ശേഷമുള്ള തുടർ നടപടികളുടെ ഭാഗമായി അതിർത്തി നിർണയം, അതിർത്തി മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസങ്ങൾ, ട്രാൻസ് ബോർഡർ സഹകരണം എന്നിവയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും വിശദമായ ആശയവിനിമയം നടത്തി. ഇതോടൊപ്പം അതിർത്തി കടന്നുള്ള നദികളുമായി ബന്ധപ്പെട്ട വിദഗ്ധതല സമിതിയുടെ യോഗം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർക്കണമെന്ന് ഇന്ത്യൻ പക്ഷം ആവശ്യപ്പെടുകയും അപ്സ്ട്രീം പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ കൃത്യമായി പങ്കുവെക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. വർഷങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ചരിത്രപരമായ സംഘർഷങ്ങളും അവിശ്വാസങ്ങളും നിലനിൽക്കെ തന്നെയാണ് ഇരു രാജ്യങ്ങളും ഇടയ്ക്കിടെയുള്ള നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നയതന്ത്ര സൈനിക ചർച്ചകൾ നിരന്തരം നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതി പലപ്പോഴും വൈകുന്നുണ്ട്. ഇരു രാജ്യങ്ങളും സമാധാനത്തിനും പിന്മാറ്റത്തിനും പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ തലത്തിലുള്ള വിശ്വാസക്കുറവും ചില മേഖലകളിലെ നിയന്ത്രണങ്ങളും കാരണം ഉഭയകക്ഷി ബന്ധം ഇപ്പോഴും പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ല. എങ്കിലും അതിർത്തിയിൽ സമാധാനം നിലനിർത്താനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഇരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. അതേസമയം അരുണാചൽ പ്രദേശിലെ വിവിധ പ്രദേശങ്ങൾക്ക് ചൈന തുടർച്ചയായി പേരുകൾ നൽകുന്നതിന് ഇന്ത്യയുടെ മറുപടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അരുണാചൽ സർക്കാരുമായി ചേർന്ന അതിർത്തി മേഖലയിലെ 27 സ്ഥലങ്ങൾക്ക് പേരുകൾ പ്രഖ്യാപിച്ചു. ഇവ സർവേ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടങ്ങളിലും രേഖകളിലും ഉൾപ്പെടുത്തും. ഗ്രാമങ്ങൾ, മലനിരകൾ, ജലസ്രോതസ്സുകൾ എന്നിവയുൾപ്പെടുന്ന സ്ഥലങ്ങൾക്ക് പ്രാദേശിക ചരിത്രവും പാരമ്പര്യവും അടിസ്ഥാനമാക്കിയുള്ള പേരുകളാണ് നൽകിയത്. അതേസമയം ടിബറ്റിന്റെ പരമ്പരാഗത ബുദ്ധമത സ്വത്വം ഇല്ലാതാക്കാനും ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ഇരട്ടത്തന്ത്രം ചൈന നടപ്പിലാക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി മേഖലയിൽ വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കായി നടക്കുന്നതെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിലെ പ്രമുഖ ബുദ്ധ കേന്ദ്രങ്ങളിലൊന്ന് തകർത്ത് രൂപം മാറ്റിയതായുള്ള വിവരങ്ങളുടെ തുടർച്ചയായാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ചൈനയുടെ ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രഹ്മപുത്ര, സിന്ധു, സത്ലജ് തുടങ്ങിയ പ്രധാന നദികളുടെ ഉത്ഭവസ്ഥാനം ടിബറ്റൻ പീഠപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലസ്രോതസ്സുകളിൽ ഒന്നാണിത്. ടിബറ്റിൽ പിടിമുറിക്കുകയും ഡാമുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുകയും ചെയ്യുന്നത് വഴി ഇന്ത്യ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുടെ മേൽ തന്ത്രപരമായ മേൽക്കൈ നേടാനാണ് ചൈനയുടെ നീക്കമെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നു. മേഖലയിലെ ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.